പിന്നെ ഇത്രയും ദിവസമായിട്ട് എന്നോട് ചെയ്തത് എന്താ? അതോടെ പറ. ഇവിടെ വേറെ ആരെങ്കിലും എനിക്ക് പരിചയമുണ്ടോ? എന്നെ ഇവിടെ ഒറ്റക്കിട്ടിട്ട് പോയില്ലേ, അതും ഇത്രയും വലിയ വീട്ടിൽ. ആർക്കായാലും ദേഷ്യം വരില്ലേ? എനിക്കും വന്നു. ബാക്കി അവളുടെ തൊണ്ടക്കുഴിയിൽ തന്നെ തടഞ്ഞു നിന്നു. അവൾ പറയേണ്ടത് വരുൺ പൂർത്തിയാക്കി. അതുകൊണ്ട് നീ എന്നെ തല്ലിക്കൊല്ലാൻ തീരുമാനിച്ചു അല്ലേ? എന്നോട് സെക്യൂരിറ്റി ചീഫും പറഞ്ഞായിരുന്നു. കീർത്തിയുടെ ശരീരത്തിൽ ഒരു വിറയൽ പാഞ്ഞുപോയി. കീർത്തി സ്വയം പിറുവിറുത്തുകൊണ്ട് പറഞ്ഞു, ഇയാളെ ഇല്ല, പക്ഷെ ഈ നിഖില തെണ്ടി ഞാൻ തല്ലിക്കൊല്ലും. മരത്തിൽ നിന്ന് വീഴുന്ന മാങ്ങയും തേങ്ങയും പോലെ കറക്റ്റായിട്ട് എവിടുന്ന് വന്ന് വീഴുന്നു എന്തോ. വന്നതും പോരാ, ചെയ്യാനുള്ള ജോലി കറക്റ്റായിട്ട് ചെയ്തു. ഇത് കേട്ടിട്ട് ഇനി വരുണിന്റെ മൂഡ് മാറുമോ എന്തോ. പക്ഷേ അടുത്ത സെക്കൻഡ് വരുൺ പറയുന്നത് കേട്ട് കീർത്തിയുടെ അവസ്ഥ പഴയതിലും മോശമായി. ശരി, എന്നെ തല്ലിക്കോ. ഞാൻ കുറെ കരയിപ്പിച്ചില്ലേ, അപ്പൊ നിനക്ക് എന്തായാലും എനിക്ക് പണിഷ്മെന്റ് തരാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. എന്നെ അടിക്ക് നോക്കട്ടെ.